കോഴിക്കോട് 9 വയസ്സുകാരിയെ ഇടിച്ചിട്ട് ഒളിപ്പിച്ച കാർ 10 മാസത്തിനു ശേഷം പോലീസ് കണ്ടെത്തി. അപകടത്തിനു ശേഷം ഷജിൽ ഇൻഷുറൻസ് ക്ലെയിം എടുത്തത് കേസിൽ വഴിത്തിരിവായി. മതിലിൽ ഇടിച്ച് കാർ തകർന്നെന്ന് പറഞ്ഞായിരുന്നു ഇൻഷുറൻസ് നേടിയത്. KL 18 R1846 എന്ന കാറാണ് കുട്ടിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയത്. അപകടത്തിൽ പരിക്കേറ്റ് കോമയിലായ ദൃശാന എന്ന കുട്ടി ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. ഉടമയായ ഷജിൽ തന്നെയാണ് കാർ ഓടിച്ചത്. ഇയാൾ നാദാപുരം പുറമേരി സ്വദേശിയാണ്. പിടിയിലാകാതിരിക്കാൻ അപകടത്തിനു ശേഷം വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയിരുന്നു. ഇയാൾ അപകടത്തിനു ശേഷം വിദേശത്തേക്ക് കടന്നുവെന്നും പ്രതിയെ നാട്ടിലെത്തിക്കാൻ നടപടി ആരംഭിച്ചതായും വടകര റൂറൽ SP പറഞ്ഞു. ഷജീലിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അപകടത്തിനു ശേഷം ഷജീൽ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതാണ് കേസിൽ വഴിത്തിരിവായതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. മതിലിൽ ഇടിച്ചു കാർ തകർന്നെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് 9 വയസ്സുകാരിയായ ദൃശാന ചികിത്സയിലുള്ളത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 17 ദേശീയപാതയിൽ വടകര ചോറോട് വെച്ചായിരുന്നു അപകടം. ഇടിച്ച കാറിനെ കണ്ടെത്താൻ വിവിധയിടങ്ങളിലെ 100 കണക്കിന് CCTV ദൃശ്യങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചത്. പഴയ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു. ഒട്ടേറെ പേരുടെ മൊഴികൾ എടുക്കുകയും വർക്ക്ഷോപ്പുകളിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു. സംഭവ സമയത്ത് കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചിരുന്നു. വടകര ചോറോട് രാത്രി 10 മണിയോടെ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് കണ്ണൂര് മേലേച്ചുവ സ്വദേശി 9 വയസ്സുകാരിയായ ദൃശാനയെയും മുത്തശ്ശി 68 വയസ്സുള്ള ബേബിയെയും അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചത്. തലശ്ശേരി ഭാഗത്തേക്ക് അമിത വേഗതയിൽ പോവുകയായിരുന്ന കാറാണ് അപകടമുണ്ടാക്കിയത്. ബേബി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. എന്നാൽ കാറിനെയും ഉടമയെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അന്വേഷണം ഏറെ ദുഷ്കരമായിരുന്നു. ദേശീയപാതയിലൂടെ കടന്നുപോയ വെള്ള കാറാണ് എന്ന തെളിവ് മാത്രമേ പോലീസിന് ലഭ്യമായിരുന്നുള്ളൂ. 7 മാസം മുൻപ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു. അപകടത്തിൽ മുണ്ടയാട് LP സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദൃശാനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. 10 മാസമായി കോമ അവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് കുട്ടി.